അപ്പം ശരിക്കും നമ്മൾ ഈ ഒരു കുഷ്ഠരോഗം എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്തുള്ള പിക്ചേഴ്സൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് കുറേ കൂടെ ഇങ്ങനെ പേടിയാവുമെന്ന് തോന്നുന്നത്. അതായത് കൈയൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ചെറിയ പാർട്ട് ഇല്ലാതെയായിട്ട് കാണുന്നു. അപ്പം ഇത് ശരിക്കും പീക്കായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് പറ്റാത്തൊരു രോഗമാണെന്നുള്ളത് നമ്മൾ ആ ഒരു പിക്ചർ കാണുമ്പോൾ തോന്നും. ശരിക്കും അങ്ങനെയാണോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോർമലി പറയുന്നത് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ത്വക്കിനെ മാത്രമാണ് ഈ ഒരു രോഗം ബാധിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമ്മൾ കണ്ടെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പതിയെ പതിയെ നമ്മുടെ നാഡികളെ, നെർവ്സിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ, അടുക്കളയിൽ സ്ത്രീകളാണെങ്കിൽ കുക്ക് ചെയ്യുമ്പോൾ ചൂടും തണുപ്പും തിരിച്ചറിയാൻ പറ്റാണ്ട് വരിക. അപ്പോൾ ആ സമയത്ത് എന്താ പറ്റുക, പാത്രം തിളപ്പിക്കാൻ വെള്ളം വെച്ചു എന്ന് വെച്ചോളൂ പാത്രത്തിൽ. അപ്പം അത് തുണി കൂട്ടി പിടിക്കാണ്ട് തന്നെ നമ്മൾ പിടിക്കും. അപ്പം സ്വാഭാവികമായിട്ടും കൈകളിൽ മുറിവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അവസാനം അൾസറായി വരുമ്പോഴാണ് പിന്നീട് വൈകിയായിരിക്കും നമ്മളുടെ അടുത്തോട്ട് എത്തുന്നത്. അപ്പം അതൊക്കെ ഈ പറഞ്ഞ പോലെ ആ ഒരു ഭാഗത്തെ സ്പർശനശേഷി ഇല്ലായ്മയുടെ ഒരു ലക്ഷണമാണ് ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മൾ കാലുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ചെരുപ്പിടുമ്പോൾ, അതായത് സ്ട്രാപ്പ് ഇല്ലാത്ത ചെരുപ്പ് ഇടുമ്പോൾ കാലിൽ തെന്നി പോകുന്നു. അതായത് ഒരു ന്യൂറോളജിക്കൽ സയൻസ് ആണ് പറഞ്ഞ പോലെ തന്നെ. അപ്പം നാഡികളെ ബാധിക്കുന്ന അസുഖങ്ങൾ, പല അസുഖങ്ങളുണ്ടാവും. അതിൽ ഒരെണ്ണം കുഷ്ഠരോഗവും ആകാം. ഈ ഒരു സ്റ്റേജിലും നമ്മൾ കണ്ടെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിലാണ് പതിയെ പതിയെ പറഞ്ഞ വൈകല്യങ്ങളിലോട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോഴാണ് കൈകളും കാലുകളിലും വളവ്, കൈയും കാലും വളഞ്ഞു പോവുക, വിരലുകൾ വളഞ്ഞു പോവുക. അതേപോലെ ചില സമയത്ത് ഇത് മറ്റ് ഓർഗൻസിനെയും ബാധിക്കാം, നമ്മുടെ എല്ലുകളെയും ബാധിക്കാം. അപ്പോൾ എല്ലുകളും ഈ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻ ആയിട്ട് ഓരോ വിരലുകൾ തനിയെ ഇല്ലാണ്ടാവുക എന്നുള്ളൊരു, നമ്മുടെ പഴയ കാലത്ത് നമ്മൾ കാണുന്ന ഫോട്ടോകളിലെ ഒരു പിക്ചർ വരിക. അപ്പം അത്രയും സ്റ്റേജിലോട്ടൊന്നും നമ്മൾ ഇപ്പോൾ പോകുന്നില്ല. വളരെ കുറച്ച് ശതമാനം ആൾക്കാർ മാത്രമേ ആ ഒരു സ്റ്റേജിലോട്ട് ഇപ്പോൾ എത്തുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നേരത്തെ കണ്ടെത്തേണ്ട ആവശ്യകത വളരെ കൂടുതലാണ്.